കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 3.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 3.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോട്ട് ഡൗൺ ചെയ്യുക. 7592939616 എന്നതാണ് ആ നമ്പർ. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. ഹായ് ഓൾ, എല്ലാവർക്കും ലേൺവൈസ് ഇഗ്നോ ഫോക്കസ് 3.0ലേക്ക് സ്വാഗതം. ഞാൻ സരിത, അക്കാദമിക് മെന്റർ സോഷ്യോളജി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് MA സോഷ്യോളജിയുടെ കോർ പേപ്പർ ആയിട്ടുള്ള MSO 004ന്റെ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എക്സാമിലേക്ക് ഡിസംബർ എക്സാം അറ്റൻഡ് ചെയ്യുന്ന ലേണേഴ്സ് MSO 004 എന്ന കോർ പേപ്പർ ഏതൊക്കെ രീതിയിൽ പ്രിപ്പറേഷൻസ് ചെയ്യണം, ഏതൊക്കെ രീതിയിലാണ് അതിന്റെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തേണ്ട സ്ട്രാറ്റജീസ് ഏതൊക്കെയാണ്, ഏതൊക്കെ മേഖലകൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുമ്പോഴാണ് കൂടുതൽ മാർക്ക് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഏൺ ചെയ്യാനായിട്ട് സെക്യൂർ ചെയ്യാനായിട്ട് നമുക്ക് കഴിയുക മുതലായ കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. 2024 ഡിസംബറിലേക്ക് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ഓരോ സോഷ്യോളജി വിദ്യാർത്ഥിയും MSO 004 സോഷ്യോളജി ഇൻ ഇന്ത്യ എന്ന സബ്ജക്ട് ഏത് രീതിയിലാണ് പഠനം തുടങ്ങണം, അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം മുതലായ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഓരോ സബ്ജക്റ്റിന്റെയും ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് നമ്മൾ ഇഗ്നോ ഫോക്കസ് 3.0യിലൂടെ നമ്മൾ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ഇഗ്നോ ഫോക്കസ് 3.0 MSO 004 കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇൻഡെപ്ത് ആയിട്ടുള്ള നമ്മളുടെ സിലബസ് മാപ്പിംഗ് ആണ്. അതായത് ഓരോ സബ്ജക്റ്റിൽ നമ്മുടെ സിലബസിൽ തന്നിരിക്കുന്ന ഓരോ ബ്ലോക്കുകളെയും ഓരോ യൂണിറ്റ് വൈസ് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിന് കൃത്യമായിട്ട് ഓരോ ക്രൈറ്റീരിയകൾ നൽകിക്കൊണ്ട് ഓരോ ബ്ലോക്കുകളെയും ഓരോ യൂണിറ്റുകളെയും ഡിഫറെന്റ് ഡിവിഷൻസിലാക്കിക്കൊണ്ട് അതായത് നമ്മൾ മാർക്കിന്റെയും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള നമ്മളുടെ ക്വസ്റ്റ്യൻസിന്റെയും അടിസ്ഥാനത്തിൽ ഓരോ കാറ്റഗറീസ് ആയിട്ട് അല്ലെങ്കിൽ ഓരോ ഡിവിഷൻസ് ആയിട്ട് നമ്മൾ ഇതിനകത്ത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് നമുക്ക് ഇതുവരെ നടന്നിട്ടുള്ള ഇഗ്നോ യൂണിവേഴ്സിറ്റി നടത്തിയിട്ടുള്ള ടേം ആൻഡ് എക്സാമിനേഷൻസിന്റെ 2024 ജൂൺ വരെയുള്ള പരീക്ഷകളുടെ PYQs മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഇഗ്നോ ഫോക്കസ് 3.0 അൾട്ടിമേറ്റ് അനാലിസിസ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന ഓരോ ഭാഗവും യൂണിറ്റ് വൈസ് അല്ലെങ്കിൽ ബ്ലോക്ക് വൈസ് ടോപ്പിക് വൈസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്ന ത്രൂ ഔട്ട് ഡിസ്കസ് ചെയ്യുന്ന ഓരോ ഭാഗവും കംപ്ലീറ്റ്ലി നമ്മളുടെ PYQവിനെ അനാലിസിസ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് 2024 ഡിസംബറിൽ എക്സാം അറ്റൻഡ് ചെയ്യുന്ന ഓരോ ലേണേഴ്സും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ ഭാഗങ്ങളും ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കുന്നത് നിങ്ങളുടെ പരീക്ഷ കൂടുതൽ നിങ്ങൾക്ക് ഈസി ആക്കുന്നതിനും കൂടുതൽ മാർക്ക് നേടുന്നതിനുമായിട്ട് സഹായിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ കൂടെ നമ്മൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങളുടെ കൂടുതൽ അതായത് നിങ്ങൾക്ക് പരീക്ഷ ഒരു ചോദ്യ പേപ്പറിനെ നേരിട്ട് അഭിമുഖീകരിക്കുന്ന രീതിയിലാണ് നമ്മളിത് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പൂർണ്ണമായും ഒരു പരീക്ഷാ പേപ്പറിന്റെ മോഡൽ തന്നെയാണ് നമ്മൾ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ചോദ്യ പേപ്പറിനെ കൂടുതലായിട്ട് ഫെമിലിയറൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. നമ്മളുടെ ഇഗ്നോ ഫോക്കസ് 3.0യിൽ നടത്തിയിരിക്കുന്ന ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ് ആൻഡ് ടോപ്പിക് വിത്ത് എക്സാം റിലവൻസ് എന്ന രീതിയാണ് ഒന്നാമത്തെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒന്നാമത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും നമ്മളുടെ ഓരോ ബ്ലോക്കുകളെയും യൂണിറ്റ് ആൻഡ് ടോപ്പിക് വൈസ് എന്ന രീതിയിലാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഇത് ഓരോ ബ്ലോക്കിനെയും ഓരോ ബ്ലോക്കിലെ യൂണിറ്റുകളെയും
ആ യൂണിറ്റുകൾക്കകത്തുള്ള ടോപ്പിക്കുകളുടെ റെലവൻസ്, ഹൈ റെലവൻസ് ഏതാണ്, ലോ റെലവൻസ് ഏതാണ്, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഭാഗങ്ങൾ ഏതാണ്, എങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഓരോ ബ്ലോക്കിൽ നിന്നും അല്ലെങ്കിൽ യൂണിറ്റിൽ നിന്നും വരുന്നത് മുതലായ കാര്യങ്ങളെ വളരെ ഇൻഡെപ്ത് ലെവലിൽ നിന്നുകൊണ്ട് അനാലിസിസ് ചെയ്യുന്ന ഭാഗം ആണ് ഒന്നാമത്തെ നമ്മളുടെ ഇഗ്നു ഫോക്കസ് 3.0 ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് നിലവിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒരു ട്രെൻഡ് എങ്ങനെയാണ്, നേച്ചർ എങ്ങനെയാണ്, ഇത്രയും കാലത്തിനിടയ്ക്കുള്ള നടന്നിട്ടുള്ള പരീക്ഷകളിൽ ഉണ്ടായിട്ടുള്ള ഒരു ട്രെൻഡ് എങ്ങനെയാണ്, ചോദ്യ പേപ്പറിൽ കണ്ടുവരുന്ന ഒരു പാറ്റേൺ എങ്ങനെയാണ്, അല്ലെങ്കിൽ ചോദ്യങ്ങളുടെ ഒരു ട്രെൻഡ് എന്താണ് മുതലായ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ മൂന്നാമതായിട്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് ബൈ ബ്ലോക്സ്, യൂണിറ്റ് ആൻഡ് ടോപ്പിക്സ് എന്നുള്ളതാണ്. അതായത് ആവർത്തിച്ച് വന്നിട്ടുള്ള ചോദ്യങ്ങളെ നമ്മൾ ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ് ആൻഡ് ടോപ്പിക് വൈസ് അനാലിസിസ് ചെയ്യുന്നതാണ് മറ്റൊരു ഫീച്ചർ. ദെൻ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രെഡിക്ഷൻ അനാലിസിസ്. ഇന്നാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് 2024 ഡിസംബറിൽ എക്സാമിൽ വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകൾ ഏതാണ് എന്നുള്ളതിന്റെ ഒരു അനാലിസിസ് ആണ്. എന്തിന്റെ അടിസ്ഥാനത്തിൽ? നമുക്ക് ഇതുവരെ നടന്നിട്ടുള്ള PYQസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രെഡിക്ഷൻ അനാലിസിസ് നടത്തുന്നത്. ദെൻ നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ, പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ 2024 ഡിസംബറിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് മോഡൽ ആൻസേഴ്സ് വിത്ത് ഇവാലുവേഷൻ ക്രൈറ്റീരിയ ആണ്. എങ്ങനെയാണ് പരീക്ഷയ്ക്ക് മാർക്കുകൾ മാനദണ്ഡമാകുന്നത്, എങ്ങനെയാണ്, എപ്രകാരമാണ് ഓരോ ക്വസ്റ്റ്യൻസിനെയും അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏതെല്ലാം പോയിന്റുകൾ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തണം എന്നുള്ളതെല്ലാം തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു സെഷൻ കൂടെ, അല്ലെങ്കിൽ ഒരു ഫീച്ചർ കൂടെ നമ്മളുടെ ഇഗ്നു ഫോക്കസ് 3.0 നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ പുറമായിട്ടും ഈ ഒരു നമ്മളുടെ ഇഗ്നു ഫോക്കസ് 3.0 സെഷൻ നമ്മൾ നടത്തുന്നത് ഒരു ഡാറ്റ ഡ്രിവൻ സ്റ്റഡി അപ്രോച്ചിലൂടെയാണ്. അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നിലവിലുള്ള PYQസിനെ എല്ലാം അടിസ്ഥാനപ്പെടുത്തി അതിനെ വളരെ ഇൻസൈറ്റോടുകൂടി കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു ക്രോസ് സെക്ഷണൽ സ്റ്റഡീസ് ആണ് നമ്മൾ ഇതിനകത്ത് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് 3 ഫീച്ചേഴ്സ് കാണാം. കോർ ടോപ്പിക്സ്, റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഭാഗങ്ങൾ, എല്ലാ പരീക്ഷയിലും റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഭാഗങ്ങളെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ദെൻ ഇവോൾവിംഗ് തീംസ് എന്നുള്ള ഏതൊക്കെ രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള തീംസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പരീക്ഷ കൂടുതൽ വന്നിട്ടുള്ളത് എന്നുള്ളത്. ദെൻ പാറ്റേൺ ആൻഡ് ട്രെൻഡ്സ്. മൂന്നാമതായിട്ട് പറയുന്നത് ചോദ്യ പേപ്പറിൽ ഉണ്ടാവുന്ന പാറ്റേണുകളും ട്രെൻഡ്സുകളും, മാറി വരുന്ന ട്രെൻഡുകളും എന്താണെന്നുള്ളത് നമുക്ക് കൂടുതൽ വ്യക്തമാക്കി തരുന്നുണ്ട്. ഡിസ്കസ് ചെയ്യുന്നത്
പറഞ്ഞിരുന്നു എന്താണ് നമ്മളുടെ ഒരു ഇഗ്നോ ഫോക്കസ് 3.0 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിലബസ് മാപ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന ഓരോ ബ്ലോക്ക് വൈസ് അതിന്റെ പ്രയോറിറ്റീസ് എങ്ങനെയാണ്, എക്സാം റെലവൻസ് ഏതൊക്കെ ബ്ലോക്കുകൾക്കാണ് കൂടുതൽ നമ്മൾ നൽകേണ്ടത്, ഊന്നൽ കൊടുക്കേണ്ടത് എന്നുള്ളതിന്റെ ഒരു ഡയഗ്രമാറ്റിക്കൽ പ്രസന്റേഷൻ ആണ് നമ്മൾ ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അതിന്റെ ഒരു അതേ ബ്ലോക്കുകളിൽ തന്നെ ഏതൊക്കെ രീതിയിലുള്ള ഫോക്കസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളതിന്റെ ഒരു പൈ ചാർട്ട് കൂടെയാണ് നമ്മൾ ഇതിനകത്ത് ഒരു പെർസെന്റേജ് ലെവലിൽ നിന്നുള്ള ഒരു പൈ ചാർട്ടിന്റെ ഒരു പ്രസന്റേഷൻ കൂടെയാണ് നമ്മൾ ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. ഇനി നമ്മളുടെ സിലബസിലേക്ക് വരുന്ന സമയത്ത് ഓരോ ബ്ലോക്ക് വൈസ് അല്ലെങ്കിൽ ടോപ്പിക് വൈസ് ഏതൊക്കെ ഭാഗങ്ങൾക്കാണ് കൂടുതൽ റെലവൻസ് ഉള്ളത് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മളുടെ ബ്ലോക്കിലേക്ക് വരുന്നത് എമർജൻസ് ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ എന്ന ഭാഗത്തിലേക്ക് വരുന്ന സമയത്ത് യൂണിറ്റ് 3ലേക്ക് യൂണിറ്റ് 3 25 തവണയാണ് ഈ ചോദ്യം ഉണ്ടായിട്ടുള്ളത്. സോ വളരെ വളരെ ഇമ്പോർട്ടന്റ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ഭാഗമാണ് എമർജൻസ് ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ. ദെൻ പെർസ്പെക്റ്റീവ്സ് ഓൺ കാസ്റ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് 4 ഫ്രീക്വൻസി ഇൻ കാസ്റ്റ് എക്സാം എന്ന് പറഞ്ഞാൽ 20 തവണ ഈ ഭാഗം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ട മറ്റൊരു ഭാഗമാണ് ഇത്. ദെൻ പെർസ്പെക്റ്റീവ് ഓൺ ഫാമിലി മാരേജ് ആൻഡ് കിൻഷിപ്പ് എന്ന് പറയുന്നത് യൂണിറ്റ് 4ൽ നിന്നും 22 തവണയാണ് ചോദ്യം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈലി റെലവെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ഭാഗമാണ് ഇത്. ദെൻ പെർസ്പെക്റ്റീവ് ഓൺ ക്ലാസ്, കാസ്റ്റ് ആൻഡ് ജെൻഡർ എന്നത് യൂണിറ്റ് 4ൽ നിന്ന് 18 തവണ ചോദ്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു മീഡിയം ലെവൽ എഫേർട്ട് ഇട്ട് പഠിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ്. ദെൻ പെർസ്പെക്റ്റീവ് ഓൺ ട്രൈബ്സ് ഇൻ ഇന്ത്യ യൂണിറ്റ് 4 15 തവണയാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു മീഡിയം എഫേർട്ട് ഇട്ട് മീഡിയം ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ട മറ്റൊരു ഭാഗമാണിത്. ദെൻ പെർസ്പെക്റ്റീവ്സ് ഓൺ റിലീജിയൻ യൂണിറ്റ് 4ലാണ്. യൂണിറ്റ് 4ൽ നിന്ന് 12 തവണ ഈ ഒരു ഭാഗത്തു നിന്ന് ചോദ്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കമ്പാരിറ്റീവ്ലി നമുക്കൊരു ലോ ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കാം. ദെൻ ഡൈനാമിക്സ് ഓഫ് സോഷ്യൽ പ്രോസസ് യൂണിറ്റ് 4 നമുക്ക് വന്നിട്ടുള്ളത് 10 തവണയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കമ്പാരിറ്റീവ്ലി നമുക്കൊരു ലോ ഫോക്കസ് ആണ് ഇതിനകത്ത് കൊടുക്കേണ്ടത്. ദെൻ പെർസ്പെക്റ്റീവ്സ് ഓൺ സോഷ്യൽ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് അത് യൂണിറ്റ് 4ൽ നിന്ന് വന്നിട്ടുള്ള ഭാഗമാണ്. 8 തവണ ഈ ചോദ്യം ആവർത്തിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത മറ്റ് ടോപ്പിക്കുകളെ വെച്ച് നോക്കുന്ന സമയത്ത് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ലോ ലെവൽ ഫോക്കസ് കൊടുത്തുകൊണ്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട മറ്റൊരു ഭാഗമാണിത്. അതെ, ഇത്രയുമാണ് നമ്മളുടെ MSO004 നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട. നമുക്ക് ഫോക്കസ് ചെയ്ത് നമ്മളുടെ ഫോക്കസ് ലെവൽ നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് ഹൈ, മീഡിയം, ലോ ലെവൽ എന്നീ രീതിയിലാണ്. അപ്പൊ ഈ ഭാഗങ്ങൾ ഇത്രയും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങളുടെ അല്ലെങ്കിൽ ഫ്രീക്വൻസിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോ ബ്ലോക്ക് വൈസ് അല്ലെങ്കിൽ യൂണിറ്റ് വൈസ് ഉള്ള ഒരു കാറ്റഗറൈസേഷൻ ആണ് നമ്മൾ നൽകിയിട്ടുള്ളത്. നമ്മൾ MSO004 എന്ന സോഷ്യോളജി ഇൻ ഇന്ത്യ എന്നൊരു സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൂടുതലായിട്ട് എന്താണ് സോഷ്യോളജിയുടെ ആവിർഭാവം എങ്ങനെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ ഹൈ ലെവൽ എന്ന് പറയുന്ന ഭാഗത്ത് ഹൈ പ്രയോറിറ്റീസ് കൊടുക്കേണ്ട ഭാഗത്ത് നമ്മൾ കണ്ടിരുന്നു ചോദ്യം ഉണ്ടായിരിക്കുന്നത് കൂടുതലും സോഷ്യോളജിയുടെ ഇന്ത്യയിലുള്ള എമർജൻസിയും അല്ലെങ്കിൽ എമർജൻസി എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ സോഷ്യോളജിയുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഡെവലപ്മെന്റിന്റെ ഫേസസുകളാണ് നമ്മൾ കൂടുതൽ ഹൈ ലെവലിലേക്ക് വന്നിരിക്കുന്നത്. ദെൻ നമ്മൾ മീഡിയം ലെവലിലേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ ലോ ലെവലിലേക്ക് വന്നു. അപ്പൊ ഇത്തരത്തിൽ 3 കാറ്റഗറീസിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഒരു സിലബസിനെ നമ്മൾ കവറേജ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് ഹൈ ലെവലിലേക്ക് വരുന്ന കാര്യങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും എസ്പെഷ്യലി ഇപ്പൊ പെർസ്പെക്റ്റീവ്സ് ഓൺ കാസ്റ്റ് ആൻഡ് പെർസ്പെക്റ്റീവ് ഓൺ ഫാമിലി, മാരേജ്, കിൻഷിപ്പ് ഇതെല്ലാം തന്നെ കൂടുതൽ ഹൈ റെലവന്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങളാണ്. ദെൻ നമ്മളുടെ ഓരോ ഭാഗങ്ങളെയും നമ്മൾ ചാർട്ടിലേക്ക് നമ്മൾ കണ്ടു അല്ലെങ്കിൽ ടേബിളിലാക്കി കണ്ടു. ടേബിളിൽ റെപ്രസെന്റ് ചെയ്യുന്നതായിട്ട് കണ്ടു. ഇത് നമ്മളുടെ യൂണിറ്റ് വൈസ് അല്ലെങ്കിൽ ബ്ലോക്കിൽ നിന്ന് യൂണിറ്റ് വൈസ് നമ്മൾ വന്നിട്ടുള്ള ഓരോ ഭാഗങ്ങളുടെയും പ്രസന്റേഷൻ ആണ് നമ്മൾ നൽകിയിട്ടുണ്ടായിരുന്നത്. ദെൻ നമ്മൾ ബാർ ചാർട്ട് നൽകിയിരുന്നത് ഫ്രീക്വൻസി ഓഫ് ക്വസ്റ്റ്യൻസ് ബൈ ബ്ലോക്ക് ആയിരുന്നു. ദെൻ പൈ ചാർട്ട് നൽകിയിരുന്നത് ഓരോ ബ്ലോക്ക് വൈസ് വരാൻ സാധ്യതയുള്ളവയുടെ ഇമ്പോർട്ടൻസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു പെർസെന്റേജ് രൂപത്തിലുള്ള ഒരു പ്രസന്റേഷൻ ആയിരുന്നു. ദെൻ നമ്മൾ ഏതൊക്കെ ഭാഗങ്ങളാണ് MSO004 എന്ന സബ്ജക്ട് പഠിക്കുന്ന സമയത്ത് പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
പൂർണ്ണമായും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഹൈലി ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഭാഗങ്ങൾ തന്നെയാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഭാഗങ്ങൾ. ദെൻ ഒരു ബാലൻസ്ഡ് ലെവലിൽ നിന്നോട് പഠിക്കേണ്ടത്. എന്നാൽ ഒഴിച്ചുകൂടാനും കഴിയില്ല. എന്നാൽ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈലി പ്രയോറിറ്റൈസേഷൻ കാറ്റഗറിക്ക് തൊട്ട് താഴെ വരുന്ന ഒരു ഭാഗമാണ് മീഡിയം ലെവൽ എന്ന് പറയുന്നത്. ദെൻ മീഡിയം ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മീഡിയം ലെവലിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ബ്ലോക്കുകൾ എന്ന് പറയുന്നത്. ദെൻ ലോ ലെവലിലേക്ക് വരുന്ന സമയത്ത് പറയുമ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാൻ കഴിയില്ല, അല്ലെങ്കിൽ മാറ്റി നിർത്തേണ്ടതില്ല. പക്ഷെ കമ്പാരിറ്റീവ്ലി നമ്മളുടെ പ്രയോറിറ്റൈസേഷനും ബാലൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭാഗങ്ങളും കഴിഞ്ഞാൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട നമ്മളുടെ എഫേർട്സ് കമ്പാരിറ്റീവ്ലി നമുക്കൊന്ന് കുറച്ചുകൊണ്ട് പഠിക്കേണ്ട ഭാഗങ്ങളെയാണ് നമ്മൾ ലോ ലെവൽ അല്ലെങ്കിൽ ലോ ലെവൽ റെലവൻസിന്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിന്റെ ഒരു സ്ട്രാറ്റജിയിലേക്ക് വരുന്ന കഴിഞ്ഞ സമയത്ത് നമ്മൾ ഓരോ ഭാഗങ്ങളും, ഓരോ യൂണിറ്റുകളുടെയും അല്ലെങ്കിൽ ഓരോ ബ്ലോക്കുകളിലെ ഓരോ യൂണിറ്റുകളുടെയും ടോപ്പിക്സുകൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു അതിന്റെ ഇമ്പോർട്ടൻസുകൾ ഏതൊക്കെയാണ്, അത് ഏത് രീതിയിലൊക്കെയാണ് വരുന്നത്, ഏതൊക്കെ രീതിയിലുള്ള ഭാഗങ്ങളെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്, അതിന്റെ എന്നുള്ള കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മളുടെ ഒരു സ്ട്രാറ്റജി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. അതായത് നമ്മൾ പറഞ്ഞ ഹൈ ലെവലെയും ലോ ലെവലെയും മീഡിയം ലെവലിലെയും ആസ്പദമാക്കിയിട്ട് വേണം നിങ്ങളുടെ പഠനങ്ങൾ ആരംഭിക്കാൻ. കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഭാഗങ്ങൾക്ക് കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള പ്രിപ്പറേഷൻസിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന 3 കാറ്റഗറീസും നമ്മുടെ PYQവിനെ ബേസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു അനാലിസിസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്, നിങ്ങൾ ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജീസും ഇതിനനുസരിച്ച് വേണം നിങ്ങളുടെ ടൈം മാനേജ്മെന്റും നിങ്ങളുടെ പഠനവും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ദെൻ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന മറ്റൊന്നാണ് നമ്മുടെ എക്സാം പാറ്റേൺ അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നത് ഏത് ഭാഗത്തിലാണ്, അല്ലെങ്കിൽ എത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് MSO 004 കാണാനാവുന്നത് എന്നതിന്റെ ഒരു ബാർ ചാർട്ട് ആണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത, ഈ ഒരു പേപ്പറിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ ഷോർട്ട് നോട്ട്സുകൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. ദെൻ ക്രിട്ടിക്സും വളരെ കുറവാണ്. കേസ് സ്റ്റഡീസ് വളരെ ലോ ലെവലിൽ നിന്നാണ് നമുക്ക് അത്തരം ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവ്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവുന്നത് essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് നമുക്ക് ഓരോ ബ്ലോക്ക് വൈസ്, അല്ലെങ്കിൽ നമ്മളുടെ ഓരോ ടോപ്പിക് വൈസ് നമുക്ക് ബ്ലോക്ക് വൈസ് തന്നിട്ടുള്ള നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ essay ടൈപ്സ് ക്വസ്റ്റ്യൻസിന്റെ നേച്ചർ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ നേച്ചേഴ്സിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് വരുന്നതിന്റെ ഒരു പൈ ചാർട്ട് പ്രസന്റേഷൻ ആണ് നമ്മൾ ഇതിനകത്ത് കണ്ടിട്ടുള്ളത്. ഇതിനകത്ത് നോക്കിയാൽ അറിയാം, പെർസ്പെക്റ്റീവ്സ് ഓഫ് കാസ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു ഭാഗം. 20% ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുന്ന ഒരു ഭാഗത്താണ്. ദെൻ 18% പെർസ്പെക്റ്റീവ് ഓൺ ഫാമിലി, മാരേജ് ആൻഡ് കിൻഷിപ്പ് എന്നുള്ള ഭാഗങ്ങളിലാണ്. ബാക്കിയെല്ലാം കമ്പാരിറ്റീവ്ലി ഒരേ റേഞ്ചിൽ തന്നെയാണ് വരുന്നത്. ദെൻ എമർജൻസ് ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് 15% മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ആ ഒരു യൂണിറ്റിൽ നിന്നാണ്. ബാക്കിയെല്ലാം നമുക്ക് 10, 12, 15 ബിലോ 15 നിന്നാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മീഡിയം എഫേർട്ട് ഇടണം. അറ്റ് ദ സെയിം ടൈം 10%, 8%, 7% എന്നുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഇത് കാണാം. ഇത് നമ്മുടെ ലോ ലെവൽ എഫേർട്ടിൽ ഇട്ട് പഠിക്കേണ്ട ഭാഗങ്ങളെയാണ് കാണിക്കുന്നത്. ദെൻ നമ്മൾ പറഞ്ഞ നമ്മുടെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻസിന്റെ ട്രെൻഡുകളാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ എസ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും ഏത് രീതിയിലാണ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്, ഏത് രീതിയിലുള്ള അറ്റംപ്റ്റ് നടത്തിയാലാണ് നമുക്ക് കൂടുതൽ മാർക്ക് കാണാനായിട്ട് സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തൊക്കെ കാര്യങ്ങൾ ഒരു essay ക്വസ്റ്റ്യൻസിനകത്ത് ഉൾപ്പെടുത്തിയാലാണ് നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, essay ക്വസ്റ്റ്യൻസിന്റെ അകത്ത് ലോങ് ഫോം ആൻസേഴ്സ് ആയിരിക്കണം. അതായത് essay ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഡിസ്ക്രിപ്റ്റീവ് ആണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ അതിനെ ഡിസ്ക്രിപ്റ്റീവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അതോടൊപ്പം തന്നെ ഈ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതോടൊപ്പം തന്നെ അതിന് അനുയോജ്യമായിട്ടുള്ള എക്സാമ്പിൾസ് കൊടുക്കുന്നത് നിങ്ങളുടെ essay കൂടുതൽ അട്രാക്റ്റീവ് ആവുന്നതിന് സാധിക്കും. അതോടൊപ്പം തന്നെ അത് കൂടുതൽ നമുക്ക് ഒരു കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ട് അതിന് കൃത്യമായിട്ട് ഒരു സ്ട്രക്ചർ നൽകിക്കൊണ്ട് നിങ്ങൾ എസ്സേസ് എഴുതുക എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. ഇത്തരത്തിൽ
എഴുതുന്നത് നമുക്കൊരു 60% ഒരു 60ഓളം നമുക്ക് ഇത്തവണ എസ്സേസിന്റെ ഒരു ഫ്രീക്വൻസി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദെൻ ഷോർട്ട് നോട്ട്സിൽ വരുന്ന സമയത്ത് കീ പോയിന്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ബേസിക് കോൺസെപ്റ്റുകളെ മെയിൻ കോൺസെപ്റ്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സമ്മറീസ് ആണ് നിങ്ങൾ എപ്പോഴും ഷോർട്ട് നോട്ട്സിനകത്ത് ഉണ്ടാക്കേണ്ടത്. ദെൻ ക്രിട്ടിക്സ് തരത്തിലുള്ള ചോദ്യങ്ങൾ വരുവാണെങ്കിൽ, ക്രിട്ടിക്കലി ഇവാലുവേറ്റ്, ക്രിട്ടിക്കലി ഡിസ്കസ് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് ഏത് ചോദ്യത്തിൻ്റെതാണെങ്കിലും വിമർശനം, അതായത് ഒരു നെഗറ്റീവായ രീതിയിലുള്ള പേഴ്സ്പെക്റ്റീവ്സ് ആയിരിക്കണം നിങ്ങൾ അതിനകത്ത് കൊടുക്കേണ്ടത്. ദെൻ കേസ് സ്റ്റഡീസ് എന്നൊരു ഭാഗത്തേക്ക് വരുവാണ്. അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതെങ്കിൽ കറന്റ് സീനിയോറിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും എപ്പോഴും ഉണ്ടാവാനുള്ള സാധ്യത. അതുകൊണ്ട് തന്നെ കറന്റ് സീനറിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനെയോ ഇൻസിഡന്റിനെയോ ബേസ് ചെയ്തുകൊണ്ടായിരിക്കാം കേസ് സ്റ്റഡീസിനെ ആസ്പദമാക്കിയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്ത് സോഷ്യോളജിക്കൽ കോൺസെപ്റ്റുകളുടെ റെലവൻസ് എന്താണ് എന്നുള്ളത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പോയിന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. എങ്കിൽ മാത്രമേ കേസ് സ്റ്റഡീസ് തരത്തിൽ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ആൻസറിന് ഒരു കംപ്ലീഷൻ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സോഷ്യോളജിക്കൽ കോൺസെപ്റ്റുകളെ ഇതുമായിട്ട് റെലവൻറ്റ് ചെയ്ത് ഇന്റർ കണക്ട് ചെയ്യുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ദെൻ നമ്മളുടെ ഓരോ ബ്ലോക്കുകൾ വൈസുള്ള നമ്മളുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് എങ്ങനെയാണ് ഇതുവരെ കണ്ടുവന്നിട്ടുള്ളത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുവാണെങ്കിൽ, എമർജൻസ് ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് 15% ചോദ്യങ്ങളും ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ 15% മാർക്കിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. ദെൻ പെർസ്പെക്റ്റീവ് ഓൺ കാസ്റ്റ് എന്ന് പറയുന്നത് 20% മാർക്കും അലോക്കേഷൻ വരുന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. ദെൻ പെർസ്പെക്റ്റീവ് ഓൺ ഫാമിലി, മാരേജ് ആൻഡ് കിൻഷിപ്പ് എന്ന് പറയുന്നത് 18% മാർക്കും ഇതിനകത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ദെൻ പെർസ്പെക്റ്റീവ് ഓൺ ക്ലാസ്, കാസ്റ്റ് ആൻഡ് ജെൻഡർ എന്നുള്ളത് 12%. ദെൻ പെർസ്പെക്റ്റീവ് ഓൺ ട്രൈബ്സ് ഇൻ ഇന്ത്യ 10%. ദെൻ പെർസ്പെക്റ്റീവ് ഓൺ റിലീജിയൻ 8%. ദെൻ ഡൈനാമിക്സ് ഓഫ് സോഷ്യൽ പ്രോസസ് 10%. പെർസ്പെക്റ്റീവ് ഓൺ സോഷ്യൽ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് 7% മാർക്കും ഡിസ്ട്രിബ്യൂഷനും വരുന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഓരോ ബ്ലോക്കിനെയും ഓരോ യൂണിറ്റിന്റെയും രീതിയിൽ അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് മുതലായ കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അത് ഷോർട്ട് എസ്സേസ് എങ്ങനെയാണ്, ഷോർട്ട് നോട്ട്സ് എങ്ങനെയാണ്, ക്രിട്ടിക്സുകൾ എത്തരത്തിലാണ് ഡിസ്കസ് ചെയ്യേണ്ടത് മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ പരീക്ഷ എസ്സേ റൈറ്റിംഗ് അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏത് രീതിയിലാണ് അത് എഴുതേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നു. എസ്സേസ് ആയതുകൊണ്ട് തന്നെ അതിന്റെ സിഗ്നിഫിക്കന്റ് പോർഷൻ ആണ് എക്സാമിന്റെ ഏറ്റവും മാർക്ക് നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് എസ്സേ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാൻ നിങ്ങൾക്ക് കഴിയണം. അറ്റ് ദ സെയിം ടൈം അതിന് എക്സാമ്പിൾസ് കൊടുത്ത് എഴുതണം. ഈ എസ്സേ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പല രീതിയിലാവാം. ക്രിട്ടിക്കൽ ആയിരിക്കാം, ക്രിട്ടിക്കൽ തിങ്കിങ് നമ്മളുടെ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കലി ഡിസ്കഷൻ എന്ന രീതിയിൽ നമുക്ക് എസ്സേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു തിയറിയോ അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റോ പഠിക്കുന്ന സമയത്ത് അതിനെ ഒരു പോസിറ്റീവ് വേയിലൂടെ മാത്രം നോക്കിക്കാണാതെ അതിന്റെ നെഗറ്റീവ് വശങ്ങൾ കൂടെ മനസ്സിലാക്കുന്ന രീതിയിൽ വേണം നിങ്ങളുടെ പഠനം
നടത്തേണ്ടതായിട്ട്. അതോടൊപ്പം തന്നെ ഹയർ പെർസെന്റേജ് മാർക്ക് അലോക്കേഷൻ വന്നിട്ടുള്ള ഭാഗങ്ങളെ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്ന ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഴ്സ്പെക്റ്റീവ്സിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത് ക്രിട്ടിക്കൽ ആസ്പെക്റ്റിൽ നിന്നുകൊണ്ടുള്ള ചോദ്യങ്ങളെ നിങ്ങൾക്ക് കൂടുതൽ നല്ല രീതിയിൽ എഴുതുന്നതിനായിട്ട് സഹായിക്കുന്നതാണ്. ഇനി നമ്മളുടെ ബ്ലോക്ക് അല്ലെങ്കിൽ യൂണിറ്റ് വൈസ് വന്നിട്ടുള്ള ഓരോ ഭാഗങ്ങളുടെയും ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ എമർജൻസി ഓഫ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ തന്നെയാണ് നമുക്ക് വീണ്ടും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനകത്ത് ഡിസ്കസ് ചെയ്യുമ്പോൾ കാണാൻ കഴിയുന്നത് ഇത് തന്നെയാണ്. അതായത് എമർജൻസി ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്ന് ചോദ്യം 6 തവണ ഉണ്ടായിട്ടുണ്ട്. 20 മാർക്കിനാണ് ചോദ്യം, എസ്എ ക്വസ്റ്റ്യൻ ആണ് ഉണ്ടായിട്ടുള്ളത്. ചോദ്യം നമുക്ക് ചോദിക്കാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് ഡിസ്കസ് ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സോഷ്യോളജി ആസ് എ പ്രൊഫഷൻ ഇൻ ഇന്ത്യ, എക്സ്പ്ലെയിൻ ദ ഹിസ്റ്റോറിക്കൽ റൂട്ട്സ് ഓഫ് ദ റൂട്ട്സ് ഓഫ് ദ ഗ്രോത്ത് ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ എന്നൊരു രീതിക്ക് നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാവാം. ദെൻ പെർസ്പെക്റ്റീവ് ഓൺ കാസ്റ്റ് എന്ന ഭാഗത്ത് ബ്ലോക്ക് പെർസ്പെക്റ്റീവ്സ് ഓൺ കാസ്റ്റ് എന്ന ഭാഗത്ത് നിന്ന് വരാനാണെങ്കിൽ 5 തവണ ചോദിച്ചിട്ടുണ്ട്. 20 മാർക്കിന്റെ എസ്എ ക്വസ്റ്റ്യൻ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു ചോദ്യം വരാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ വരുന്നത് ക്രിട്ടിക്കലി അനാലിസിസ് Brahminical interpretation of the caste system, discuss how caste as a category was used in official records of colonial rulers എന്നുള്ളതാണ്. അതായത് ബ്രാഹ്മണിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ കാസ്റ്റ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ നമ്മളുടെ ഒഫീഷ്യൽ കൊളോണിയൽ റൂളേഴ്സിന്റെ കാലഘട്ടവുമായിട്ട് കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ ക്രിട്ടിക്കലി അനാലിസിസ് ചെയ്യുവാനാണ് ചോദ്യം. ദെൻ പെർസ്പെക്റ്റീവ് ഓൺ ഫാമിലി മാരേജ് ആൻഡ് കിൻഷിപ്പ് എന്നൊരു ഭാഗത്തു നിന്ന് ചോദ്യം വരുന്നത് 7 തവണ ഈ ചോദ്യം കാണാനായിട്ട് സാധിക്കും. 20 മാർക്കിന്റെ എസ്എ ക്വസ്റ്റ്യൻ തന്നെയാണ് ഉണ്ടാവുന്നത്. ഡിസ്കസ് ദ സോഷ്യോ എക്കണോമിക് ഡൈനാമിക്സ് ഓഫ് ദ ഹൗസ് ഹോൾഡ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി, എക്സ്പ്ലെയിൻ ദ ചേഞ്ചിങ് പാറ്റേൺ ഓഫ് മാരേജ് ഇൻ കണ്ടംപററി ഇന്ത്യ. ഇത് വന്നിരിക്കുന്നത് നമ്മൾക്കൊരു ഒരു സിനേറിയോനെ വെച്ചുകൊണ്ടാണ്, ഒരു ഇൻസിഡന്റിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നത്. അതായത് കണ്ടംപററി ഇന്ത്യയിൽ വരുന്ന, അതായത് ഹൈലി റെലവെന്റ് ആയിട്ടുള്ള നമ്മളുടെ കണ്ടംപററി ലെവലിൽ നിന്നുകൊണ്ടുള്ള ഒരു ആസ്പെക്ട് ആണ് നമ്മളുടെ ചോദ്യം. അതുകൊണ്ട് തന്നെ നമ്മൾ ആൻസർ എഴുതുന്ന സമയത്ത് നിലവിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ എല്ലാം തന്നെ, മാരേജിലും ഫാമിലിയിലും വന്നിട്ടുള്ള മാറ്റങ്ങളെ എല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഹൗസ് ഹോൾഡ് ഇന്ത്യൻ സൊസൈറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സോഷ്യോ എക്കണോമിക് ഡൈനാമിക്സ് ആണ് ചോദ്യം ഉണ്ടായിരിക്കുന്നത്. ദെൻ അതായത് മാരേജിൽ വന്നിരിക്കുന്ന ഭാഗങ്ങൾ കൂടെ നിങ്ങൾ ഉൾപ്പെടുത്തി എഴുതണം. ദെൻ പെർസ്പെക്റ്റീവ് ഓൺ ക്ലാസ്, കാസ്റ്റ് ആൻഡ് ജെൻഡർ എന്നൊരു ഭാഗത്ത് നിന്ന് വരാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് എലൂസിഡേറ്റ് ദ നോഷൻ ഓഫ് അഗ്രേറിയൻ സോഷ്യൽ സ്ട്രക്ചർ ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ, അനലൈസ് ദ ചേഞ്ചിങ് ക്ലാസ് ഡൈനാമിക്സ് ഇൻ അഗ്രേറിയൻ സൊസൈറ്റീസ് ഡ്യൂറിംഗ് ദ ഗ്രീൻ റെവല്യൂഷൻ. ഇത് വന്നിരിക്കുന്ന ഒരു ഗ്രീൻ റെവല്യൂഷനെ ആസ്പദമാക്കിക്കൊണ്ടാണ്. ഗ്രീൻ റെവല്യൂഷന്റെ ഭാഗമായിട്ട് നമ്മുടെ അഗ്രേറിയൻ സോഷ്യൽ സ്ട്രക്ചറിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. 4 തവണയാണ് ഈ ചോദ്യം ഉണ്ടായിരിക്കുന്നത്. 15 മാർക്കാണ് ഇതിന്റെ ഒരു അലോക്കേഷൻ കാണാനായിട്ട് സാധ്യത. ഇനി നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ ബ്ലോക്ക് വൈസ് നമ്മൾ അനാലിസിസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പെർസ്പെക്റ്റീവ് ഓൺ ഫാമിലി മാരേജ് ആൻഡ് കിൻഷിപ്പ് എന്നുള്ളതാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു ബ്ലോക്ക്. ദെൻ അതിനുശേഷം തൊട്ട് താഴെ നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ഭാഗം, നമ്മുടെ കോൺസെൻട്രേഷൻ പോകുന്ന മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് എമർജൻസി ഓഫ് ഫോക്കസ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. ദെൻ പെർസ്പെക്റ്റീവ് ഓൺ കാസ്റ്റ്, ദെൻ അതിലും തൊട്ട് താഴെയാണ് പെർസ്പെക്റ്റീവ് ഓൺ ക്ലാസ്, കാസ്റ്റ് ആൻഡ് ജെൻഡർ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ബ്ലോക്ക് വൈസ് ഉള്ള റിപ്പീറ്റഡ് ആയിട്ട് ഭാഗങ്ങൾ, ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണെങ്കിലും ബ്ലോക്കുകൾക്ക് കൊടുത്തിരിക്കുന്ന ഇമ്പോർട്ടൻസ് ആണ് ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓരോ ടോപ്പിക്സ് വൈസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, മാർക്കുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ദെൻ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ നമ്മൾ കൂടുതൽ എഫേർട്ട് കൊടുക്കേണ്ട, കൂടുതൽ ഫോക്കസ് ചെയ്ത് കൊടുത്ത് പഠിക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്, ഏതൊക്കെയാണ് ഭാഗങ്ങൾ എന്നുള്ളതും അതിന്റെ പ്രഡിക്ഷൻസും ആണ് നമ്മൾ ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. ബ്ലോക്ക് ഇതാണെങ്കിൽ എമർജൻസി ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ എന്ന ഭാഗത്ത് ഹൈലി റെലവെന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഹൈ ഫ്രീക്വൻസി ഓഫ് ദ ക്വസ്റ്റ്യൻസ് ആണ്, വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചു വരുന്ന ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഹൈലി പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടതുണ്ട്.
ദെൻ പെർസ്പെക്റ്റീവ്സ് ഓൺ കാസ്റ്റ് എന്ന ഭാഗവും നമുക്ക് ഹൈലി പ്രോബബിലിറ്റി ഉള്ളതാണ്. ഇത്തവണയും നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം തന്നെയാണ്. വളരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഭാഗമായതുകൊണ്ട് തന്നെ ഫോക്കസ് കാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻസ് പഠിക്കുക. അതോടൊപ്പം തന്നെ കൊളോണിയൽ പെർസ്പെക്റ്റീവ്സിനെയും നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതാണ്. ദെൻ പെർസ്പെക്റ്റീവ്സ് ഓൺ ഫാമിലി, മാരേജ് ആൻഡ് കിൻഷിപ്പ് എന്ന് പറയുന്ന ഭാഗവും ഹൈലി റെലവെന്റ് ആയിട്ടുള്ള ഭാഗമായിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇത്തവണത്തെ പരീക്ഷയിലും ഈ ഒരു ഭാഗം നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദെൻ പെർസ്പെക്റ്റീവ് ഓൺ ക്ലാസ്, കാസ്റ്റ് ആൻഡ് ജെൻഡർ എന്ന് പറയുന്ന ഒരു മീഡിയം ഫോക്കസ് ചെയ്ത് കൊടുത്ത് പഠിക്കേണ്ട ഭാഗമാണ്. മോഡറേറ്റ് ലെവൽ നിന്നുകൊണ്ടാണ് പഠിക്കുന്നത്. ഈ ഒരു ഭാഗം ഫോക്കസ് ചെയ്യുവാണെങ്കിൽ അഗ്രേറിയൻ സൊസൈറ്റി, മോഡറേറ്റ് ഫോക്കസ് ഓൺ അഗ്രേറിയൻ ആൻഡ് ക്ലാസ് തീംസ് വിത്ത് സം ഷിഫ്റ്റിംഗ് ട്രെൻഡ്സ് എന്നുള്ളതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത്. സോ ഭാഗം എന്ന് പറയാനുള്ള കാരണം ഈ ഒരു ഭാഗത്ത് നിന്ന് പെർസ്പെക്റ്റീവ് ഓൺ ക്ലാസ്, കാസ്റ്റ് ആൻഡ് ജെൻഡർ എന്നൊരു ഭാഗത്തിന് മീഡിയം ലെവലിലാണ് നമ്മൾ എഫേർട്ട് ഇടുന്നതെങ്കിൽ നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് അഗ്രേറിയൻ സെക്ടറിന്റെയും ക്ലാസ് തീംസും തമ്മിലുള്ള ഒരു ഭാഗങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. കാരണം ഇതൊരു ഷിഫ്റ്റ് ആണ്. അതിന്റെ ഒരു ട്രെൻഡ് മാറി മറിയുന്നതായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാനായിട്ട് സാധിക്കും. ദെൻ പെർസ്പെക്റ്റീവ്സ് ഓൺ ട്രൈബ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു മീഡിയം ലെവൽ എഫേർട്ട് ഇട്ട് അല്ലെങ്കിൽ മീഡിയം ഫോക്കസ് ചെയ്ത് കൊടുക്കേണ്ട മറ്റൊരു ഭാഗമാണ്. ഒക്കേഷണൽ ഫോക്കസ് ഓൺ ദ ട്രൈബൽ പെർസ്പെക്റ്റീവ് ആൻഡ് ഡിഫറൻസിയേഷൻ. കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുക ട്രൈബൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗങ്ങൾക്ക്. ട്രൈബൽ പെർസ്പെക്റ്റീവ്സ് അല്ലെങ്കിൽ ട്രൈബ്സിനെ കുറിച്ചിട്ട് പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഡിഫറെന്റ് സോഷ്യോളജിസ്റ്റിന്റെ പെർസ്പെക്റ്റീവുകളെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം. അറ്റ് ദ സെയിം ടൈം അത് നമുക്ക് ഒരു മീഡിയം ലെവലിൽ നിന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കണം. ദെൻ പെർസ്പെക്റ്റീവ് ഓൺ റിലീജിയൻ എന്ന് പറയുന്നത് ഡൈനാമിക്സ് ഓഫ് സോഷ്യൽ പ്രോസസ്, പെർസ്പെക്റ്റീവ് ഓൺ സോഷ്യൽ മൂവ്മെന്റ്സ്, ഇതെല്ലാം തന്നെ വളരെ നമ്മൾ ഡിസ്കസ് ചെയ്ത മറ്റ് ഭാഗങ്ങളെ അപേക്ഷിച്ച് ഒരു ലോ ഫോക്കസ് ചെയ്ത് കൊടുക്കേണ്ട ഭാഗങ്ങളാണ്. ഇപ്പൊ പെർസ്പെക്റ്റീവ് ഓൺ റിലീജിയൻ എന്ന് പറയുന്ന സമയത്ത് റിലീജിയനിന്റെ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് വളരെ കുറവാണ്. എന്നിരുന്നാൽ പോലും റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പെർസ്പെക്റ്റീവുകളും കോൺസെപ്റ്റുകളും നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ദെൻ ഡൈനാമിക്സ് ഓഫ് സോഷ്യൽ പ്രോസസ് എന്ന് പറയുന്നത് വളരെ ലോ ഫോക്കസ് കൊടുക്കേണ്ട മറ്റു ഭാഗമാണ്. അറ്റ് ദ സെയിം ടൈം അർബനൈസേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ എന്നീ പറയുന്ന കോൺസെപ്റ്റുകൾ സോഷ്യൽ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് നമുക്ക് ചോദ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അർബനൈസേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതിന്റെ ഭാഗമായിട്ട് സോഷ്യൽ പ്രോസസ്സിൽ വന്നിട്ടുള്ള ഇൻഫ്ലുവൻസ് എന്താണ്, ഇമ്പാക്റ്റുകൾ എന്താണെന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. ദെൻ പെർസ്പെക്റ്റീവ് ഓൺ സോഷ്യൽ മൂവ്മെന്റ്സ് എന്ന് പറയുന്ന ഒരു ഭാഗത്തിലേക്ക് വരുന്ന സമയത്ത് ലോ ഫോക്കസ് ആണ് കൊടുക്കേണ്ടതെങ്കിലും നമ്മൾ പഠിക്കുന്ന സമയത്ത് ഫോക്കസ് ചെയ്യുക. ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള സോഷ്യൽ മൂവ്മെന്റ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക. അത് ഏതിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നു, അതിലുണ്ടായിട്ടുള്ള ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. അത് നമുക്ക് സ്കിപ്പ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു ഭാഗമല്ല. സോഷ്യോളജിയിൽ വന്നിട്ടുള്ള സോഷ്യൽ മൂവ്മെന്റ്സുകൾ, സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുള്ള സോഷ്യൽ മൂവ്മെന്റ്സുകൾ എന്താണ്, അതിന്റെ കോസ്, അതിന്റെ എഫക്റ്റ് എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഈ പറയുന്ന ലോ ലെവൽ എന്ന് ലോ ഫോക്കസ് ചെയ്ത് കൊടുക്കേണ്ട ഭാഗങ്ങൾ എന്ന് പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾ പഠിക്കരുത് എന്നല്ല. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ പഠിക്കണം, പക്ഷെ നിങ്ങൾ മറ്റു ഭാഗങ്ങൾക്ക് കൊടുക്കുന്ന അത്രയും ഫോക്കസ് ഈ ഭാഗങ്ങൾക്ക് കൊടുക്കേണ്ടതില്ല. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഈ വിഷയങ്ങളെ പഠിച്ചിരിക്കേണ്ടതുമാണ്.
ദെൻ നമ്മൾ ഇതിന്റെ ഒരു ടോപ്പിക്കിന്റെ പ്രോബബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഏറ്റവും പ്രയോറിറ്റീസ് കൊടുക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതിനെയാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു പ്രസന്റേഷൻ ആണ്, ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ആണ് ഈ നൽകിയിരിക്കുന്നത്. ദെൻ നമ്മൾ നമ്മളുടെ ഓരോ പ്രയോറിറ്റീസ് കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ നമ്മൾ ഈ പ്രയോറിറ്റീസ് എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് വന്നാൽ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 നമുക്ക് ഡിസംബറിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻസിനെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതായത് ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നമ്മുടെ പരീക്ഷ എന്ന് പറയുന്നത് 100 മാർക്കിനാണ്. 3 മണിക്കൂറിന്റെ പരീക്ഷയാണ് നമുക്ക് ഉണ്ടാവുക. ഇതിനകത്ത് ഇനി ഏതെങ്കിലും 5 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്നത്. ദെൻ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രധാനമായിട്ടും 2 സെക്ഷനുകളായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. സെക്ഷൻ 1 അല്ലെങ്കിൽ സെക്ഷൻ ബി എന്ന രീതിയിലായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ സ്ട്രക്ചർ ചെയ്തിട്ടുണ്ടാവുക. എല്ലാ ചോദ്യങ്ങൾക്കും ഒരു ഈക്വൽ ആയിട്ടുള്ള മാർക്കുകളാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ളത്. ദെൻ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി ആൻസർ എഴുതുന്ന സമയത്ത് കൃത്യമായിട്ട് ആൻസേഴ്സിന് ഒരു ക്ലാരിറ്റി കൊടുക്കുക. കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ട് തന്നെ ആൻസർ എഴുതാനായിട്ട് ശ്രമിക്കുക. ഈ കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ട് എക്സാം എഴുതുന്ന സമയത്ത് അതിനൊരു സ്ട്രക്ചർ ഉണ്ടാവണം. ഓരോ ആൻസേഴ്സ് അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിനൊരു ഇൻട്രൊഡക്ഷൻ, ദെൻ ബോഡി എന്ന് പറയുന്നത് കണ്ടന്റ് ആണ്. ദെൻ ഈ കണ്ടന്റ് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് സബ് പോയിന്റുകൾ കൊടുക്കണം, സബ് ഹെഡിങ്സ് കൊടുക്കണം, അതിനെ അണ്ടർലൈൻ ചെയ്യുക. ഹൈലൈറ്റ് ചെയ്യുന്ന ഓരോ കോൺസെപ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് എഴുതുന്ന കോൺസെപ്റ്റുകൾ, തിയറിസ്റ്റുകൾ അല്ലെങ്കിൽ ഇൻസിഡൻസ് മുതലായ കാര്യങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനെ ഹൈലൈറ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് തന്നെ എഴുതേണ്ടതാണ്. ഓരോ കൃത്യമായിട്ട് കണ്ടന്റുകൾ എഴുതി പോകുന്ന സമയത്ത് അതിന് കൃത്യമായിട്ട് ഒരു പാരഗ്രാഫ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് എഴുതുക. പാരഗ്രാഫ് സ്ട്രക്ചർ ചെയ്യുന്നത്, പാരഗ്രാഫ് തിരിച്ച് നിങ്ങളുടെ ആൻസേഴ്സ് എഴുതുന്നത് നിങ്ങളുടെ ആൻസർ പേപ്പേഴ്സിനെ കുറച്ചുകൂടെ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് സഹായിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് അതിനൊരു സ്ട്രക്ചർ നൽകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതിനായിട്ട് പാരഗ്രാഫ് ഡിവൈഡ് ചെയ്ത് എഴുതുന്നത് വളരെ ഉപകാരമായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആൻസർ അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ഇൻട്രൊഡക്ഷന് താഴെ ഈ ബോഡിക്കകത്താണ് ഞാൻ പറഞ്ഞത് കണ്ടന്റ് കൊടുക്കുക. ദെൻ ആ കണ്ടന്റ് കൊടുക്കുന്ന സമയത്ത് ആ കണ്ടന്റ് എഴുതി പോകുന്ന സമയത്ത് അതിനൊരു പാരഗ്രാഫിലായിട്ട് ഒരു പാരഗ്രാഫ് രീതിയിൽ എഴുതുക. ഈ പാരാഗ്രാഫുകൾ തമ്മിൽ ഒരു ഇന്റർ കണക്ഷൻ ഉണ്ടാവുന്ന രീതിയിൽ വേണം നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട്. അതായത് ഒന്നാമത്തെ പാരഗ്രാഫ് അവസാനിക്കുമ്പോൾ സെക്കൻഡ് വൺ എഴുതുന്നതിന് ഒരു കണക്ഷൻ ഉണ്ടാവുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഒരു കൊഹിയറൻസ് നിങ്ങളുടെ ആൻസേഴ്സിന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മാക്സിമം ആ രീതിയിൽ എഴുതുവാനായിട്ട് ശ്രമിക്കുന്നത് നല്ലതാണ്. അതുപോലെ ഹൈലൈറ്റ് ചെയ്യുക. പോയിന്റുകൾക്ക് നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ദെൻ ആൻസേഴ്സിന് ഒരു കൺക്ലൂഷൻ നിർബന്ധമായിട്ടും കൊടുക്കുക. നിങ്ങൾ ആൻസേഴ്സ് വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു ചെറിയൊരു കൺക്ലൂഷൻ കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ആൻസർ നിങ്ങൾക്ക് നിർത്താവുന്നതാണ്. കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഒരുപാട് എഴുതേണ്ടതില്ല, 3-4 സെന്റൻസിനകത്ത് എഴുതി നിർത്താവുന്നതാണ്. ഇത്രയുമാണ് നമ്മളുടെ എക്സാമിലെ ആൻസേഴ്സ് എസ്സേസ് അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓരോ ക്വസ്റ്റ്യൻസിനകത്തും അതിന് റെലവെന്റ് ആയിട്ടുള്ള ഓരോ ആൻസേഴ്സിനും അതിന് റെലവെന്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് കൊടുക്കുന്നത് കൂടുതൽ മികച്ച രീതിയിലുള്ള ഒരു ആൻസേഴ്സ് പ്രസന്റ് ചെയ്യുന്നതിന് സഹായകരമാവും. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. സെക്ഷൻ 1-നകത്ത് ഡിസ്കസ് ചെയ്യുന്നത് ട്രേസ് ദ എമർജൻസ് ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ എന്നുള്ള ഭാഗം നമ്മൾ ഹൈലി റെലവൻസ് കൊടുത്തിട്ടുള്ള ഒരു ഭാഗമാണ്. അതിൽ നിന്നൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. 20 മാർക്കിന്റേതാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 2ലേക്ക് വരുന്ന സമയത്ത് ക്രിട്ടിക്കലി അനലൈസ് ദ ബ്രാഹ്മണിക്കൽ പെർസ്പെക്ടീവ് ഓഫ് ദ കാസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. പ്രൊവൈഡ് ആൻ ഓവർവ്യൂ ഓഫ് ഇറ്റ്സ് ഐഡിയോളജിക്കൽ അണ്ടർപിന്നിങ്സ് ആൻഡ് കണ്ടംപററി റെലവൻസ് എന്ന രീതിയിലാണ് നമ്മൾ എഴുതേണ്ട ഒരു കീ ആണ് നമ്മൾ ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. ക്വസ്റ്റ്യൻസിന് താഴെ തന്നിരിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് അത് അറ്റംപ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഒരു കീവേഡ്സ് ആണ് നമ്മൾ ഇതിനകത്ത് തന്നിരിക്കുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 3 വരുന്ന സമയത്ത് ഡിസ്കസ് ദ സോഷ്യോ എക്കണോമിക് ഡൈനാമിക്സ് ഓഫ് ദ ഹൗസ് ഹോൾഡ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി. അത് ഈ ഒരു ചോദ്യം എഴുതുന്ന സമയത്ത് ഫോക്കസ് ഓൺ ദ ഇന്റർപ്ലേ ഓഫ് കോപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്ട് വിത്തിൻ ഹൗസ് ഹോൾഡ് ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നിങ്ങളുടെ ആൻസർ എഴുതേണ്ടത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4ലേക്ക് വരുന്ന സമയത്ത് എക്സ്പ്ലെയിൻ ദ ചേഞ്ചിങ് സോഷ്യൽ സ്ട്രക്ചർ ഓഫ് അഗ്രേറിയൻ സൊസൈറ്റീസ് ഇൻ ഇന്ത്യ. ഇൻ ഇന്ത്യ
പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എന്നാണ്. ഈ ഒരു ഭാഗത്തെ ഈ ഒരു ചോദ്യം അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എഴുതേണ്ടത് എന്താണ്? ഹൈലൈറ്റ് ദ ഇമ്പാക്ട് ഓഫ് എക്കണോമിക് റിഫോംസ് ആൻഡ് സോഷ്യൽ മൂവ്മെന്റ്സ് ഓൺ റൂറൽ ക്ലാസ് സ്ട്രക്ചേഴ്സ് എന്നുള്ളത്. ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തി വേണം നിങ്ങളുടെ ആൻസർ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 5, compare and contrast the field view and the book view on caste in Indian society. ഇവിടെ വരുന്ന സമയത്ത് എന്താണ് ഇതൊരു ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്ത് കാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ സൊസൈറ്റിയിലെ കാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങളെ യൂസ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അത്തരം പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഈ കാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട് ഇന്ത്യൻ സൊസൈറ്റിയെ മുൻനിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ കാസ്റ്റിനെ പ്രൈമറി കോണ്ടന്റ് ആയിട്ട് നിലനിർത്തിക്കൊണ്ട് ഒരുപാട് ഫീൽഡ് വ്യൂയും ബുക്ക് വ്യൂസും അല്ലെങ്കിൽ പഠനങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിനെല്ലാം ആധികാരികമായിട്ട് നിലനിർത്തിക്കൊണ്ട് പഠനങ്ങൾ നിങ്ങളുടെ ആൻസർ എഴുതുക. അതായത് കമ്പയർ ദ കോൺട്രാസ്റ്റ് ആണ്. ഫീൽഡ് വ്യൂവും ബുക്ക് വ്യൂവും തമ്മിൽ ഉണ്ടാകുന്ന സമയത്ത് ഈ രണ്ട് ആസ്പെക്റ്റിൽ നിന്നുകൊണ്ട് ഇന്ത്യൻ സൊസൈറ്റിയിൽ കാസ്റ്റിന് പഠിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു കോൺട്രാസ്റ്റ് ഉണ്ടല്ലോ, വ്യത്യാസങ്ങളുണ്ടല്ലോ, ഇതാണ് നിങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടത്. അതിനായിട്ട് നമ്മൾ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റുകളുടെ പഠനങ്ങൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ സെക്ഷൻ 2ലേക്ക് വരുന്ന സമയത്ത് ക്വസ്റ്റ്യൻ നമ്പർ 6, examine the interrelationship between religion and politics in contemporary India. ഇതെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ റിലീജിയനും പൊളിറ്റിക്സുമാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഈ രണ്ട് ഭാഗങ്ങളെ കണക്ട് ചെയ്തുകൊണ്ടാണ് ചോദ്യം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആൻസർ എഴുതുന്ന സമയത്ത് ഉൾപ്പെടുത്താവുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഡിസ്കസ് ദ റെഫറൻസ് ടു സെക്യുലറിസം ആൻഡ് ഫണ്ടമെന്റലിസം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 7ലേക്ക് വരുന്ന സമയത്ത് ഡിസ്കസ് ദി ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഇൻ ഇന്ത്യ ഡ്യൂ ടു ഗ്ലോബലൈസേഷൻ. ദെൻ ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതുന്ന സമയത്ത്, അതായത് ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് നേരിടേണ്ടി വന്നിട്ടുള്ള ചലഞ്ചസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. ഇത്തരത്തിലുള്ള ഒരു ചോദ്യം വരുന്ന സമയത്ത് നിങ്ങൾ എഴുതേണ്ട കീവേഡ്സ് എന്ന് പറയുന്നത് ഇൻക്ലൂഡ് ദ ആസ്പെക്ട് ഓഫ് കൾച്ചറൽ ഐഡന്റിറ്റി ആൻഡ് എക്കണോമിക് ഡിസ്പ്ലേസ്മെന്റ്. ഗ്ലോബലൈസേഷൻ എപ്രകാരം ട്രൈബൽ കമ്മ്യൂണിറ്റീസിന് ഏതൊക്കെ മേഖലകളിൽ ഏതൊക്കെ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്, അവർക്കുണ്ടായിട്ടുള്ള ഇമ്പാക്റ്റുകൾ, നെഗറ്റീവ് ഇമ്പാക്റ്റുകളാണ് ചോദിച്ചിരിക്കുന്നത്. നെഗറ്റീവ് ഇമ്പാക്റ്റുകളെയാണ് നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത്. Then question number 8, analyze the changing pattern of marriage in Indian society എന്നൊരു രീതിയിൽ ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് മാരേജിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ് എഴുതേണ്ടത്. ആ മാറ്റം എന്ന് പറയുന്നത് മോഡേണൈസേഷന്റെ ഭാഗമായിട്ട് സൊസൈറ്റിയിലെ മാരേജ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനകത്ത് അല്ലെങ്കിൽ മാരേജ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലകത്ത് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അതായത് പുതിയ ട്രെൻഡ്, മാരേജിനകത്ത് വന്നിട്ടുള്ള ട്രെൻഡുകളാണ് ചോദിച്ചിരിക്കുന്നത്. ആ ട്രെൻഡ് എഴുതണം. അറ്റ് ദ സെയിം ടൈം ലീഗലി വന്നിട്ടുള്ള മാറ്റങ്ങൾ, നിയമപരമായിട്ട് വന്നിട്ടുള്ള മാരേജുമായിട്ട് ബന്ധപ്പെട്ട് ലീഗലി വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടെ നിങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നത് നിങ്ങളുടെ ആൻസേഴ്സ് കൂടുതൽ നല്ല രീതിയിൽ മികവോടുകൂടി കാണിക്കും. ദെൻ നമ്മൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ അർബനൈസേഷൻ, എക്സ്പ്ലെയിൻ ഇറ്റ്സ് സോഷ്യൽ എഫക്ട് ഓൺ റൂറൽ ഇന്ത്യ. ഈ ചോദ്യം ഉണ്ടായിരിക്കുന്നത് അർബനൈസേഷൻ, നഗരവൽക്കരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നഗരവൽക്കരണം എന്താണ്, അതെങ്ങനെയാണ് റൂറൽ ഇന്ത്യയിൽ, അതായത് ഗ്രാമപ്രദേശങ്ങളെ എങ്ങനെയാണ് അർബനൈസേഷൻ മാറ്റിയിട്ടുള്ളത്, അല്ലെങ്കിൽ അതിലുണ്ടായിട്ടുള്ള എഫക്ട്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഗ്രാമ സമുദായങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അർബനൈസേഷന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്തി എഴുതാവുന്നതാണ്. ദെൻ ചോദ്യം നമ്പർ 10, critically evaluate the role of new social movements in shaping contemporary Indian society. ഇതെന്ന് പറയുന്ന സമയത്ത് സാമുദായികപരമായിട്ടുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടല്ലോ, സോഷ്യൽ മൂവ്മെന്റ്സ് കാരണം, സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ കാരണം, പുതിയ നവ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ കാരണം കണ്ടംപററി ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദ്യം. പക്ഷേ ഈ ചോദ്യം ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എഴുതേണ്ടത് പുതിയ ആസ്പെക്ട്, പുതിയ മാറ്റങ്ങളുടെ ഒരു നെഗറ്റീവ് വശമാണ് നമ്മൾ ഇതിനകത്ത് എഴുതേണ്ടത്. ഹൈലൈറ്റ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഓൾഡ് ആൻഡ് ന്യൂ സോഷ്യൽ മൂവ്മെന്റ്സ് എന്നുള്ളതാണ്. അപ്പോൾ
ഇതിനകത്ത് വരുന്ന ഐഡിയോളജീസ് നിങ്ങൾക്ക് ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ പഴയ സോഷ്യൽ മൂവ്മെന്റ്സിന്റെ ഐഡിയോളജീസ്, ഇപ്പോഴത്തെ സോഷ്യൽ മൂവ്മെന്റ്സിന്റെ ഐഡിയോളജീസ് എഴുതാം. അതിൽ വരുന്ന മാറ്റങ്ങൾ, അതിൽ പ്രധാനമായിട്ട് സോഷ്യൽ മൂവ്മെന്റ്സിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, പുതിയ രീതിയിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിനെ ഒരു ക്രിട്ടിക്കലി വിമർശനാത്മകമായിട്ട് എഴുതുക എന്നുള്ളതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ അറ്റംപ്റ്റ് ചെയ്യാനുള്ള രീതി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് MSO 004ന്റെ PYQ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. ഇത് മുഖേന നിങ്ങൾക്ക് ഓരോ ഭാഗത്തും ഏതൊക്കെ ഭാഗങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പഠനം നടത്തേണ്ടതുണ്ട്, ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ യൂണിറ്റുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഓരോ ചോദ്യങ്ങളും ഏത് രീതിയിൽ അറ്റംപ്റ്റ് ചെയ്താൽ കൂടുതൽ മാർക്ക് ലഭിക്കും മുതലായ കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഇഗ്നോ ഫോക്കസ് 3.0 MSO 004 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ ഭാഗങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ പഠനത്തിൽ ഉൾപ്പെടുത്തുക. നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ള ഡിഫറെന്റ് ക്വസ്റ്റ്യൻസിന്റെ ഡിഫറെന്റ് നേച്ചേഴ്സ്, അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ്, ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. അറ്റ് ദ സെയിം ടൈം നമ്മൾ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഹൈ ലെവൽ, മീഡിയം ലെവൽ, ലോ ലെവൽ എന്നീ കാര്യങ്ങളെ നിങ്ങൾ ഓർക്കുക. അറ്റ് ദ സെയിം ടൈം വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ലോ ലെവൽ എന്ന് പറയുന്ന ഭാഗങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് കളയേണ്ട ഭാഗങ്ങളല്ല, നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഭാഗങ്ങൾ തന്നെയാണ്. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ അതിന്റെ കോൺസെപ്റ്റുകളും കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ധാരണ ഉണ്ടാക്കുക എന്നുള്ളതാണ് ലോ ലെവൽ അല്ലെങ്കിൽ ലോ റെലവൻസ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ഈ ഒരു സെഷന്റെ അകത്ത് ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ള ഭാഗങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കുന്നത് നിങ്ങളുടെ പരീക്ഷ കൂടുതൽ എളുപ്പമുള്ളതാക്കുന്നതിനായിട്ട് സഹായിക്കും. കാരണം നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ നിലവിൽ ഇതുവരെ നടന്നിട്ടുള്ള PYQസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങളുടെ പരീക്ഷയിൽ ഇത് നിങ്ങൾക്ക് കൂടുതൽ സഹായകരമാകും. എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.